ആവറേജ് പടം. ആ കുഴപ്പമില്ല, നല്ല പടം, സൂപ്പർ പടം, നല്ല പടം. ആ കൊള്ളും, നല്ല ഒരു പുതിയ അവതരണ ശൈലിയാണ്, നന്നായിട്ടുണ്ട്. ആ പോലീസുകാരൊക്കെ നല്ലതായിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫും ഒക്കെ നന്നായിരിക്കും. ആ കഴിച്ചുകൂട്ടി പോകാം, കൊള്ളാം, കുഴപ്പമില്ല. ബിജുവാനൊന്നും സൂപ്പറാണ് കേട്ടോ, അടിപൊളിയായിരുന്നു. കൊള്ളാം, നല്ല അഭിനയമായിരുന്നു. നല്ല പാട്ടൊക്കെ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, നല്ല പാട്ട്. കുഴപ്പമില്ല, വലിയ ഒരു ഇമ്പാക്റ്റ് ഒന്നും ഇല്ല, ജസ്റ്റ് ഒന്ന് കണ്ടിരിക്കുക, അത്രേ ഉള്ളൂ. അതിനേക്കാൾ അപ്പുറത്തേക്കൊന്നും തോന്നിയില്ല. പെർഫോമൻസ് ഒക്കെ ഓക്കെയാണ് എല്ലാവരുടെയും. ഷൈൻ ടോം ചാക്കോ പറഞ്ഞിട്ടാണെങ്കിലും സബ് ടൈറ്റിലൊന്നും വേണ്ട, കുഴപ്പമില്ല. പക്ഷേ ഒരു ഇമ്പാക്റ്റ് കുറവാണ് മൊത്തത്തിൽ കാണുമ്പോഴത്തേക്ക്. ഡയറക്ടറാണല്ലോ. ഒരു നമുക്കങ്ങനെ നോക്കാൻ പറ്റത്തില്ലല്ലോ, ഫസ്റ്റ് ഡയറക്ഷൻ ആണോ സെക്കൻഡ് ഡയറക്ഷൻ ആണെന്നില്ലല്ലോ. പടം കാണുമ്പോൾ നമുക്ക് രസിപ്പിക്കുക എന്നുള്ളതാണല്ലോ. ഒരു എന്താ പറയുക, ജസ്റ്റ് ചുമ്മാ കണ്ടിരിക്കാം, അതിനപ്പുറത്തേക്കൊന്നും എനിക്ക് തോന്നിയില്ല. അപ്പോൾ തുണ്ടെന്താന്ന് മനസ്സിലായി. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട്. ബിജു മേനൻ്റെ ഒരു അയ്യപ്പനും കോശിക്ക് ശേഷം ഒരു സാധാരണ കോമഡി ആയിട്ടുള്ള ഒരു പോലീസ് വേഷം കൈകാര്യം ചെയ്ത്, ഒപ്പം തന്നെ ഷൈൻ ടോം ചാക്കോ. പക്ഷേ ഷൈനിന് ഇച്ചിരി ഡയലോഗും കാര്യങ്ങളൊക്കെ കുറവാണ്. ഒരു ഫാമിലി ത്രില്ലർ അത്രേ ഉള്ളൂ. നല്ല കോമഡി ആയിട്ടൊക്കെ ഉണ്ട്. എന്തായാലും ചിരിച്ച് രസിപ്പിച്ച് ഒത്തിരി ചിരിക്കാനുണ്ട്. 3 ഹിറ്റുകൾക്കിടയിലാണ് ഈ സിനിമ വന്നിരിക്കുന്നത്, കൂടുതലല്ലേ? ഇത് തീർച്ചയായിട്ടും കുറച്ച് ഫാമിലി അറിയാൻ ചാൻസ് ഉണ്ട്. കാരണം ഈ വെക്കേഷനൊക്കെ ആണല്ലോ, അപ്പോൾ ഈ കോപ്പിഡി സംഭവം എന്താണ്, കുറച്ച് പിള്ളേരൊക്കെ കണ്ടിരിക്കേണ്ട വേറെ കാര്യങ്ങളൊക്കെ അത് രസകരമായിട്ട് പോലീസ് വേഷത്തിൽ ബിജു മേനോൻ കൈകാര്യം ചെയ്ത് നല്ലൊരു ഡയറക്ടറെ കിട്ടി മലയാളത്തിലേക്ക്. പുതിയൊരു ഡയറക്ടറാണ്. അപ്പോൾ ആ നല്ലൊരു ഡയറക്ടറെ മലയാളത്തിലേക്ക് കിട്ടി. നല്ലപോലെ കോമഡി സീനൊക്കെ വർക്ക് ചെയ്തു. പിന്നെ ഷൈന് കുറച്ചും കൂടെ ഡയലോഗൊക്കെ കൊടുക്കണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞില്ല, തുണ്ട് എന്താണെന്ന് മനസ്സിലായി ഇഷ്ടപ്പെട്ടു. സൂപ്പറായിരുന്നു. ബിജു മേനോനും ഷൈൻ ടോം എല്ലാം സൂപ്പറായിരുന്നു. എല്ലാവരും അടിപൊളിയായിരുന്നു. ഓക്കെ.